CPMന്റെ RSS വിരുദ്ധ പ്രചാരണത്തിൽ വിമർശനവുമായി BJP നേതാവ് ഷോൺ ജോർജ്. RSSനെ ഹിന്ദു സന്നദ്ധ സംഘടനയെന്ന് വിളിച്ച EMSനെ തള്ളിപ്പറയുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. നിയമസഭാ ചോദ്യത്തിനുള്ള EMSന്റെ മറുപടി പുറത്തുവിട്ടുകൊണ്ടാണ് വിമർശനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? നീലിമ, ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന പല വിവാദങ്ങൾക്കുമുള്ള ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നതെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു വെക്കാം. MM തോമസിന്റെ ഒരു പഴയ നിയമസഭാ ചോദ്യവും ആ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രിയായിരുന്ന EMS നൽകുന്ന മറുപടി കൂടിയാണ് ഈ ഷോൺ ജോർജ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിയമസഭാ രേഖകളുടെ ആർക്കൈവ്സിൽ നിന്നുള്ള ഡേറ്റകളാണ്. ആ വിവരങ്ങൾ പുറത്തുവിട്ടാണ് ഇത്തരത്തിൽ RSS ഹിന്ദുക്കളുടെ സന്നദ്ധ സംഘടനയാണ് എന്ന് പറയുന്ന EMSനെ CPM തള്ളിപ്പറയുമോ എന്നുള്ള ഒരു ചോദ്യവുമായി അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഈ നിയമസഭാ ചോദ്യം ഇങ്ങനെയാണ്: RSS രാഷ്ട്രീയ സംഘടനയാണോ അതോ വർഗീയ സംഘടനയാണോ എന്നുള്ളത്. ഇതിനായി EMS നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് ഹിന്ദുക്കളുടെ സന്നദ്ധ സംഘടനയാണ് എന്നുള്ളതാണ്. അപ്പോൾ EMS പോലും ഹിന്ദു വിഭാഗങ്ങളുടെ സന്നദ്ധ സംഘടന എന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു സംവിധാനത്തെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അപമാനിക്കലിനൊക്കെ CPMന്റെ നേതാക്കളും അണികളും ഒക്കെ തയ്യാറാകുന്നത്. അതുകൊണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ ഈ ഷോൺ ജോർജിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാം. ഇത് ഈ ഘട്ടത്തിൽ പലപ്പോഴായി സംഘത്തിനെതിരെ വരുന്ന പല ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ CPM നേതാക്കളൊക്കെ ഉയർത്തിവിടുന്ന പല ആക്ഷേപങ്ങൾക്കും ഒക്കെയുള്ള മറുപടി കൂടി EMSന്റെ മറുപടികളിൽ ഉണ്ട്, നിയമസഭാ മറുപടിയിൽ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ഷോൺ ജോർജ് ഉയർത്തുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയാം. EMS പോലെ CPMന്റെ താത്വികാചാര്യന്മാരിൽ അല്ലെങ്കിൽ അതിനൊരു പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന EMSനെ പോലൊരു നേതാവ് പോലും ഹിന്ദു വിഭാഗങ്ങളുടെ സന്നദ്ധ സംഘടന എന്നതിനപ്പുറം RSSനെ പറ്റി ഒരു പരാമർശവും അദ്ദേഹം നടത്താൻ തയ്യാറായിട്ടില്ല എന്നിരിക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് RSSനെതിരായ ചില അധിക്ഷേപ പരാമർശങ്ങളുമായി ചില നേതാക്കളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതിനെ കൃത്യമായ രാഷ്ട്രീയ ചോദ്യം തന്നെ തിരിച്ചു ചോദിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ഷോൺ ജോർജ് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇനി ഇതിന് മറുപടി CPM നേതാക്കൾ എങ്ങനെ നൽകുമെന്നുള്ളതാണ്. EMSന്റെ ഈ നിലപാട് അത് തള്ളിക്കളയാൻ CPMന്റെയോ അല്ലെങ്കിൽ ഇടത് പാർട്ടികളുടെയോ ഒക്കെ നേതാക്കന്മാർ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. നീലിമ, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ഒളിച്ചുകളി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അത് നിലമ്പൂരിലെ വോട്ടെടുപ്പിന്റെ തലേന്ന് നടന്ന ഒരു രാഷ്ട്രീയ കളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയാണ് ഇന്നലെ വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ ഷോൺ ജോർജ് വളരെ കൃത്യമായ മറുപടി നൽകുക കൂടി ചെയ്യുമ്പോൾ എന്താണ് ഇനി CPMന് പറയാനുണ്ടാകുക ഇക്കാര്യത്തിൽ? ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനെ പിന്നീട് CPM നേതാക്കളൊക്കെ എതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് CPM അത്തരം ഒരു ചർച്ചയിലേക്ക് തന്നെ പോയതെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും ശക്തമായ ചോദ്യം ഉയരുന്നത് CPMന്റെ ആശയ അടിത്തറ തന്നെ രൂപപ്പെടുത്തിയതിൽ നിർണായക പങ്കുവഹിക്കുന്ന EMS പോലും സംഘത്തെ ഏത് രീതിയിലാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. കാരണം ഇതൊരു നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ ഔദ്യോഗികമായി കൃത്യമായ മറുപടി മാത്രമാണ് സർക്കാരിന് നൽകാൻ കഴിയുക. പക്ഷേ അതിൽ പോലും EMS കൃത്യമായ ഒരു മറുപടി വന്നിരിക്കുന്നു. അതിൽ ഒരു ഹിന്ദുക്കളുടെ സന്നദ്ധ സംഘടന എന്നുള്ള സംവിധാനം മാത്രമാണ് RSS എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ RSSനെതിരെ സംഘത്തിനെതിരെ CPMന്റെ വിവിധ നേതാക്കൾ നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് അതിനുള്ള കൃത്യമായ മറുപടിയാണ് EMS നൽകുന്നത് അല്ലെങ്കിൽ അന്ന് EMS നൽകിയത് എന്നുള്ളത് പോലും കൃത്യമായി നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ നിയമസഭാ ചോദ്യത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. ഇത്ര വലിയ പ്രചാരണങ്ങൾ നടത്തിയ CPM നേതാക്കൾ അവരുടെ താത്വികാചാര്യന്റെ ഈ നിലപാട് മാനിച്ച് അതിൽ നിന്നൊക്കെ ക്ഷമാപണം നടത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഷോൺ ജോർജിന്റെ പോസ്റ്റിന് താഴെയായി കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിൽ EMS പറഞ്ഞതും തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു നിലപാട് ഈ നിലമ്പൂരിലെ സാഹചര്യത്തിൽ അവിടുത്തെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് CPM നേതാക്കൾ നടത്തുമോ എന്നുള്ളൊരു ചോദ്യവും ഈ ഘട്ടത്തിൽ നവമാധ്യമങ്ങളിലൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോൺ ജോർജിന്റെ പോസ്റ്റിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കാരണം അത് ഈ നിലമ്പൂർ വോട്ടെടുപ്പിന്റെ ദിവസം തന്നെ വലിയ ചർച്ചയായി മാറുകയാണ്. അത് EMSന്റെ നിലപാട് അതിൽ CPM നേതാക്കൾ എന്ത് പറയും എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ മണിക്കൂറിൽ ഏറെ ശ്രദ്ധാകേന്ദ്രം ആകുന്നത്.